നമുക്ക് കെറ്റിലൊരു പുട്ട് മിക്സ് ഉണ്ടാക്കിയാലോ? ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടായിരുന്നേ. അത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഉച്ചക്കുള്ള ചിക്കൻ കറി വേഗം തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പുട്ട് മിക്സിന് ഏറ്റവും വേണ്ടിയത് പുട്ടല്ലേ, അതൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കെറ്റിലേക്ക് ഇതുപോലെ വെളിച്ചെണ്ണൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ കറി ആഡ് ചെയ്യണേ. ചിക്കൻ കറിയിട്ട ചിക്കനൊക്കെ നേരത്തെ കണ്ട പോലെ ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചിക്കൻ കറി മാത്രം ഇതാ കെറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണേ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്താവോന്നൊന്നും അറിയില്ലേ. പുട്ട് മിക്സ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഞാൻ ഒരു ദിവസം നാട്ടിൽ പോയപ്പോഴായിരുന്നേ. പുട്ട് പൊറോട്ടൊക്കെ ട്രെൻഡ് ആയിരിക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ. അന്നൊരു നൈറ്റ് ആയിരുന്നേ ഞങ്ങൾ ഇത് കഴിക്കാൻ വേണ്ടി പോയത്. അങ്ങനെ ഞങ്ങൾ ചിക്കൻ കറി ഇതാ ഇവിടെ കുറുകി വന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളകും ചിക്കൻ മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ചിക്കനത് ഇങ്ങനെ കുറുകി വരുമ്പോൾ അടിപൊളി സ്മെല്ലാണ് കേട്ടോ. പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. ഇതാ ഈ പറഞ്ഞ പോലെ സ്മെല്ലായി വരുന്നുണ്ടല്ലോ. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇനി വേറെ പണിയൊന്നുമില്ല. നമ്മുടെ രാജചേച്ചി പറയുന്ന പോലെ മിക്സ് വെൽ. കെറ്റിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചെറിയ സ്പേസ് അല്ലേ ഉണ്ടായുള്ളൂ. ഈ ഒരു കുഞ്ഞ് സ്പേസിലാണ് 3-4 പേരെ വയറ് നിറയ്ക്കാനുള്ളത് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അത്യാവശ്യം കഴിയുന്ന പോലൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ആദ്യം കഴിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ബീഫ് കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കഴിച്ചപ്പോൾ ഒരു രക്ഷയെക്കാളും കൂടുതൽ ബീഫിൻ്റെ പീസായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇനി വലിയ പണിയൊന്നുമില്ല, ഇത് അങ്ങോട്ട് അതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക, അതാണ്. അപ്പോൾ ഈ ഒരു എൻ്റെ ചെറിയ കുക്കിംഗ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.